പുതിയ വനനിയമങ്ങൾക്കെതിരെയും വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചും കഞ്ഞിക്കുഴി മനുഷ്യ സംഘടനയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥ നടത്തി. മൊബൈൽ ഫോൺ തെളിച്ചുകൊണ്ട് നടന്ന പ്രതിഷേധ പരിപാടികൾക്ക് സിബി ആറക്കാട്ട് നേതൃത്വം നൽകി. കഞ്ഞിക്കുഴി പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ ജാഥ ടൗൺ ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. മാറി മാറി വരുന്ന സർക്കാരുകൾ വനനിയമത്തിലൂടെ കർഷകരെ ഇല്ലായ്മ ചെയ്യുകയാണ്. കേരള ജനത നാടുപേക്ഷിച്ച് അന്യരാജ്യത്ത് അഭയം പ്രാപിക്കേണ്ട ഗതികേടിലേക്ക് എത്തുകയാണെന്നും സിബി ആറക്കാട്ട് പറഞ്ഞു. മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത ഒരു ഭരണകൂടം. നമുക്കറിയാം, കഴിഞ്ഞ 7 വർഷമായി 900ഓളം മനുഷ്യജീവനുകളാണ് ഇവിടെ വന്യമൃഗശല്യത്താൽ കവർന്നെടുക്കപ്പെട്ടിട്ടുള്ളത്. ആ കവർന്നെടുക്കപ്പെട്ട മനുഷ്യന്മാരിൽ ആരും മന്ത്രിമാരോ MLA-മാരോ ഉദ്യോഗസ്ഥ പ്രമുഖരോ രാഷ്ട്രീയ പ്രതിനിധികളോ ആരുമില്ല. എല്ലാം സാധാരണക്കാരായ മനുഷ്യർ മാത്രമാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഇത് നമുക്കറിയാം, ഇത് തന്നെ ഉണ്ടായതല്ല. ഇതെല്ലാം ആസൂത്രിതമായി ഇവിടുത്തെ ജനവാസം ഒഴിവാക്കുവാൻ വേണ്ടി ആസൂത്രിതമായി സംഘടിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളുടെ തുടർച്ചയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ജിജിൻ പൈറ്റിക്കാട്ട്, സ്റ്റാൻലി പുന്നോലിക്കുന്നേൽ, സാജൻ മാളിയേക്കൽ, ടിജോ പി ജോയി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നിരവധി ആളുകൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി.